വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു സെൽഫ് വ്ലോഗിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളൊരു സാധനമാണ് ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈപോഡ് നോക്കുമ്പോൾ 1000, 1500 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ആമസോണിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ബഡ്ജറ്റ് കൊടുക്കാനില്ല. ഒരു 500 രൂപയ്ക്ക് താഴെ ഒരു ട്രൈപോഡ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ആമസോൺ ബേസിക്സ് 3110 എന്ന് പറയുന്ന ഈ ഒരു ട്രൈപോഡ് അവൈലബിൾ ആണ്. ഈ ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത് വളരെ 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 ബഡ്ജറ്റ് ആയിട്ടുള്ള വെറും 469 രൂപ മാത്രം വിലയുള്ള ഒരു ട്രൈപോഡാണ് ഇതെന്ന് പറയുന്നത്. ആള് ഇത്രയും ബഡ്ജറ്റിന്റെ സാധനമാണെങ്കിലും യൂസ് വളരെ ഉപകാരമാണ്. നമുക്ക് പാനോരമിക് ഷൂട്ട് ചെയ്യാനായാലും, അതുപോലെ തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഷൂട്ട് ചെയ്യാനായാലും, അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സെൽഫ് വ്ലോഗിങ്, അതായത് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റിനെ റിവ്യൂ ചെയ്യാനായാലും എന്തിനായാലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ട്രൈപോഡാണ് ആമസോൺ ബേസിക്സിന്റെ 3110 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ റിവ്യൂയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് തന്നെ ഇതിന്റെ കൂടെ വരുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. ഒരു ക്യാരിയിങ് കേസ് ആണിത്. ഈ ഒരു ട്രൈപോഡിനെ നമുക്ക് ഇതുപോലെ ചെറുതാക്കിയതിന് ശേഷം ഈ ഒരു ക്യാരിയിങ് കേസിൽ ഇതുപോലെ ട്രൈപോഡ് ജസ്റ്റ് ഒന്ന് മടക്കുക. അതിനുശേഷം ഈ ക്യാരിയിങ് കേസിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ക്യാരിയിങ് കേസിലേക്ക് ഒന്ന് കയറ്റിയതിന് ശേഷം ഇതുപോലെ കയറ്റി ഈ ഒരു ലോക്ക് നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാനായാലും ഒരു ബാഗിൽ വെക്കാനായാലും വളരെ എളുപ്പമാണ്. ഈ ഒരു ക്യാരിയിങ് കേസിന്റെ കേസ് പറയുവാണെങ്കിൽ അപ്പം ഇനി പതുക്കെ ട്രൈപോഡിനെ വെളിയിലെടുക്കാം. അപ്പോൾ നമുക്ക് ട്രൈപോഡിന്റെ കൂടെ വരുന്ന ഒരു ബോക്സും കാര്യങ്ങളൊക്കെ വരുന്ന ബോക്സ് എന്ന് പറയുന്നത് വെളിയിൽ വേറെ ഔട്ടർ കവറിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ആമസോൺ ബേസിക്സ് എന്നൊക്കെ ടെക്സ്റ്റ് ചെയ്തിരുന്ന ഒരു വളരെ മികച്ച പാക്കേജിങ്ങിലാണ് നമ്മുടെ ബോക്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈപോഡിന്റെ വിശദമായ ഒരു റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ട്രൈപോഡ് എക്സ്റ്റെൻഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ അതെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ലോക്ക് അഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വിക്ക് റിലീസ് ലോക്സ് ആണ് ഇവർ നൽകിയിരിക്കുന്നത്. ഇതുപോലെ ക്വിക്ക് റിലീസ് ലോക്സ് ആണ് നമുക്ക് ആമസോൺ ബേസിക്സ് ബ്രാൻഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഐ തിങ്ക് ഒരു 6 മാസം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്രയ്ക്കും ഉപയോഗിച്ചിട്ടുള്ള ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂസ്ഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു പോർഷനിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നു. അതിനുശേഷം ഇവിടെ ആയിട്ട് ഇതിനൊരു ലോക്ക് ഉണ്ട് ഗൈസ്. ഈ ഒരു ലോക്ക് നമ്മൾ ഇതുപോലെ റിലീസ് ചെയ്യുക. ആൻഡ് ഇതിനെ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നീട്ടാൻ കഴിയും. അപ്പോൾ ഇത്രത്തോളം നമ്മുടെ ട്രൈപോഡ് എക്സ്റ്റെൻഡബിൾ ആണ് ഗൈസ്. ഇത്രത്തോളം എക്സ്റ്റെൻഡബിൾ ആണ്. ഞാൻ ഇനി ഇവിടെ നിന്ന് എണീച്ചിട്ട് ഇതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രൈപോഡ് എന്ന് പറയുന്നത് ഇത്രത്തോളം എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ളൊരു ട്രൈപോഡും കാര്യങ്ങളൊക്കെ ആണ്. നമുക്കിതിനെ താഴേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഇതിൻ്റെ മൊബൈൽ മൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഒരു മൊബൈൽ മൗണ്ടും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതുപോലെ നമുക്ക് തിരിച്ചുകൊണ്ട് പാനോരമിക് ഷൂട്ട് ചെയ്യാം. പാനോരമിക് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് വരുമ്പോൾ നല്ല ടൈറ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പാനോരമിക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അവരുടെ കുറ്റമല്ല. ഇതുപോലെ ഈ ഒരു നെറ്റ് ഇവിടെ ആയിട്ടൊരു നെറ്റ് കാണാം. ഇതൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് പാനോരമിക് ഷൂട്ട് ചെയ്യാം. അതിനുശേഷം ഇത് അപ്പ് ആൻഡ് ഡൗണും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരുന്ന സമയത്ത്. കാരണം ഈ ഒരു ലിവറില്ലേ, ഈ ഒരു ലിവർ ഇതിനെ നിങ്ങൾ നേരെ ഒന്ന് തിരിച്ചു കൊടുത്ത് ലൂസാക്കുക. അതിനുശേഷം ഇതിനെ അപ്പ് ആൻഡ് ഡൗണും ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഇതിനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റൂ. ഇനി ഇതിനെ നിങ്ങൾക്ക് നേരെ നമുക്ക് ഐ തിങ്ക് വെർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇത് ഇവിടെ ആയിട്ട് ഒരു സ്ക്രൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഈ ഒരു സ്ക്രൂവിനെ ലൂസാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഫോൺ മൗണ്ട് ചെയ്തുകൊണ്ട് വെർട്ടിക്കലായിട്ടും വീഡിയോ എടുക്കാം. അപ്പോൾ ഇത്രത്തോളം എക്സ്റ്റെൻഡബിൾ ആണ് നമ്മുടെ ട്രൈപോഡും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് ഒരു ചാനൽ തുടങ്ങുന്നവർക്ക് വളരെ ബെസ്റ്റും വളരെ ചീപ്പുമായിട്ടുള്ള ഒരു ട്രൈപോഡാണ് ഈ ആമസോൺ ബേസിക്സിൻ്റെ 3110 എന്ന് പറയുന്ന ഈ ഒരു ലൈറ്റ് വെയ്റ്റ്. അപ്പോൾ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഒരു ബോക്സിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഐ തിങ്ക് ഒരു 200 ഗ്രാംസിന് അല്ലെങ്കിൽ ഒരു 100 ഗ്രാംസ് ഒക്കെ വരുന്ന ഒരു ട്രൈപോഡാണ് ഇതെന്ന് പറയുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റും വളരെ ക്യാരിയിങ് ഫ്രണ്ട്ലി ആണ് ഈ ട്രൈപോഡ്. അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്യാരി ചെയ്യാനായിട്ട് അവർ ഒരു ക്യാരിയിങ് കേസും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഫോൺ മൗണ്ട് എന്ന് പറയുന്നത് 3.5
5mm സ്ക്രൂസ് വെച്ച് നമുക്ക് ജാക്ക് ചെയ്യാൻ പറ്റും. അതെ ഇതുപോലുള്ള മൗണ്ട്സ് ഒക്കെ ഇല്ലേ, ഇതുപോലുള്ള മൗണ്ട്സിനെയൊക്കെ നമുക്ക് ഇവിടെ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇതിനെ ഞാൻ ഒരു 6 മന്ത്സോളം യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടുള്ളൊരു വളരെ നീണ്ട കാലം കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുതിയൊരു ചാനൽ തുടങ്ങുന്നവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ വളരെ നിങ്ങൾ പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്യൂട്ടാവില്ല, നിങ്ങൾക്കൊരു അടിപൊളി ട്രൈപ്പോഡ് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രൈപ്പാഡാണ്, അതായത് എന്നെ പോലുള്ളവർക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ യൂസ് ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ യൂസ് ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി ഇതുള്ള വെറൈറ്റി ആൻഡ് യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് വരുന്നവർ ബൈ.